ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 പോർഷൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ചൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും മൊഡ്യൂൾ 3 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നവംബർ 2020 ആണ്. നവംബർ 2020 ചോദിച്ചിട്ടുള്ള മൊഡ്യൂൾ 3 നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ നോച്ച്. എന്താണ് നോച്ച് എന്നുള്ളതാണ്. ഇപ്പോൾ നോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോച്ച് എന്ന് പറയുമ്പം ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ മുകളിൽ വന്ന് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടൊരു ഓപ്പണിങ്, ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കാറില്ലേ, അതുപോലെയാണ് എന്ത് പറയുന്നത്, നോച്ച് എന്ന് പറയുന്നത്. ഒരു ടാങ്ക് ഓരോ വെസൽ, ഒരു ടാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെസലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ സൈഡിലുണ്ടാവുന്ന ഒരു ഓപ്പണിങ്, ഈ ഓപ്പണിങ്ങിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലറോ അല്ലെങ്കിൽ ട്രയാങ്കുലറോ ട്രപ്പിസോയിഡലോ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെയുള്ളൊരു ഓപ്പണിങ്ങിനെയാണ് എന്ത് പറയുന്നത്, നോച്ച് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സച്ച് ദാറ്റ് ദ വാട്ടർ ലെവൽ ബിലോ ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ ഓപ്പണിങ്, ഈ ടോപ്പ് എഡ്ജിനേക്കാളും താഴെയായിരിക്കും അവിടുത്തെ വാട്ടർ ലെവൽ ഉണ്ടാവുക. ഇതൊരു ലബോറട്ടറി സെറ്റപ്പാണ് നോച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ കണ്ടീഷൻ ഏതാണ്, വിയർ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2 മാർക്സിനുള്ളത് ജസ്റ്റ് ഒരു 2 ലൈൻസ് എഴുതിയാൽ മാത്രം മതി, ഡിഫൈൻ നോച്ച്. ഓക്കെ, ഇനി പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ വിയർ. റെക്റ്റാങ്കുലർ വിയറിൻ്റെ ഡെറിവേഷനാണ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കണേ. ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ഡിസ്ചാർജ് റെക്റ്റാങ്കുലർ വിയർ ആകുമ്പം 2/3 CD L × √2G H⁻3/2. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അതാണ് പാർട്ട് ബിയിൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ദെൻ പാർട്ട് സിയിൽ ചോദിച്ചിരിക്കുന്നത്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഡിസ്ചാർജ് ഓവർ എ ട്രയാങ്കുലാർ നോച്ച്. ട്രയാങ്കുലാർ നോച്ചിൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് 7 മാർക്സ് ആണ്. അതിൻ്റെ ഡെറിവേഷൻ എന്താണ്, ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്, 8/15 CD × എന്താണ് √2G tan θ/2 H⁻5/2. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രയാങ്കുലറിൻ്റെ ഡിസ്ചാർജ് കാണാനുള്ളത്, ഇത് റെക്റ്റാങ്കുലറിൻ്റെ ഡിസ്ചാർജ് കാണാനുള്ളത്. ഇത് രണ്ടും കൂടി ജസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് എന്ത്, ട്രപ്പിസോയിഡലിൻ്റെ ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എനിവേ അതും ഡെറിവേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതിലെ ഓർ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, എ റെക്റ്റാങ്കുലർ വിയർ 9 meter long ഈസ് ഡിസ്ചാർജിങ് വാട്ടർ അണ്ടർ എ ഹെഡ് ഓഫ് 500 mm. Find the discharge over the weir by Basin's formula. Also find the discharge if the velocity of approach is 1.5 meter per second. നമുക്ക് അത് പ്രോബ്ലം ചെയ്ത് നോക്കാം. എ റെക്റ്റാങ്കുലർ വിയർ 9 meter long വിയറിൻ്റെ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. ഗിവൺ ഡാറ്റാസ് ചിലപ്പോൾ ആൻസർ കീയിൽ 1 മാർക്ക് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതുന്നതിന് തരാറുണ്ട്. ഇപ്പോൾ ഗിവൺ എന്തൊക്കെയാണ്, ഒരു റെക്റ്റാങ്കുലാർ വിയർ ആണ്. റെക്റ്റാങ്കുലാർ വിയറിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, 9 meter ലെങ്ത്ത് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, ഡിസ്ചാർജിങ് വാട്ടർ അണ്ടർ എ ഹെഡ് ഓഫ് 500 mm, H തന്നിട്ടുണ്ട്, അതിൻ്റെ ഹെഡ് 500 mm. ഇപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്ത് എഴുതാം അല്ലേ, 0.5 meters. പിന്നെ എന്താ ഉള്ളത്, ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓവർ ദ വിയർ ബൈ ബേസിൻസ് ഫോർമുല. ബേസിൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഡിസ്ചാർജ് കാണണം. അപ്പോൾ ബേസിൻസ് ഫോർമുല എന്താണെന്ന് അറിയണം അല്ലേ, ബേസിൻസ് ഫോർമുല എന്താണ് എന്നുള്ളത് അറിയണം. ഓക്കെ, ബേസിൻസ് ഫോർമുല എന്താണ്, ഡിസ്ചാർജ് കാണാനുള്ള ബേസിൻസ് ഫോർമുല Q = mL √2G H⁻3/2. നമ്മൾ സാധാ ഇക്വേഷനാണ്, 2/3 CD L × √2G H⁻3/2. അതിന് 2/3 എന്നുള്ള സ്ഥാനത്താണ് M എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, എമ്മിനൊരു വാല്യൂ കൂടി ഉണ്ട്, M = 0.405 + 0.003 / H. ഇതാണ് എന്തിൻ്റെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ. ഇതാണ് നമ്മുടെ ബേസിൻസ് ഫോർമുല. ഓക്കെ, ബേസിൻസ് ഫോർമുല എന്ന് പറയുന്നതാണ്. ഓർത്ത് വയ്ക്കുക, Q = mL × √2G H⁻3/2. അതിനകത്ത്
എം എന്ന് പറയുന്നത് 2/3 CD ഈക്വൽ ആണ്. അതിന് വേറൊരു വാല്യൂ കൂടി ബേസിൻസ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ വാല്യൂ? 0.405 പ്ലസ് 0.003 ഡിവൈഡഡ് ബൈ H. ഓക്കെ, അപ്പോൾ ബേസിൻസ് ഫോർമുലയിൽ എന്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ചാർജ് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വാല്യൂസ് എമ്മിൻ്റെ വാല്യൂ ആദ്യം കാണണം അല്ലേ? എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എം ഈക്വൽ ടു 0.405 പ്ലസ് 0.003 ഡിവൈഡഡ് ബൈ H. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 0.5. അപ്പോൾ ഈ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.411. അത്രയാണ് എമ്മിൻ്റെ വാല്യൂ. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ക്യൂ ഈക്വൽ ടു എന്താണ്? ML ഇൻറ്റു എം ഈക്വൽ ടു 0.411 ഇൻറ്റു എൽ എത്രയാണ്? 9 മീറ്റർ ലോങ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ 9 ഇൻറ്റു √2G, റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു H റേസ് ടു 3/2, 0.5 റേസ് ടു 3/2. ഓക്കെ, വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. 793 m³/s. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ. ഇത്രയാണ് ഒരു പാർട്ട്. പക്ഷേ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓവർ ദ വിയർ ബൈ ബേസിൻസ് ഫോർമുല. ആൾസോ ഫൈൻഡ് ദ ഡിസ്ചാർജ് ഇഫ് ദ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് 1.5 meters. ഗിവൺ ഡാറ്റയിൽ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? വെലോസിറ്റി ഓഫ് അപ്രോച്ച് എത്രയാണ് തന്നിട്ടുണ്ട്? 1.5 meter/s ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ തരുമ്പം ഇവിടെ നിന്നുള്ള ഡിസ്ചാർജും കൂടി കാണണം. ബേസിൻസ് ഫോർമുലയിൽ തന്നെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്? ഇപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യണം. ബേസിൻസ് ഫോർമുല, ഇഫ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA, വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് കൺസിഡേർഡ്, അത് കൺസിഡർ ചെയ്യുമ്പം എന്ത് ചേഞ്ചാണ് വരുന്നത്? Q ഈക്വൽ ടു ML ഇൻറ്റു √2G. H റേസ് ടു 3/2 എന്നുള്ള സ്ഥാനത്ത് എന്തായിട്ട് മാറും? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൂടി കൺസിഡർ ചെയ്യുമ്പം H പ്ലസ് HA, ഇവിടെ എങ്ങനെയാണ് ചേഞ്ച് വരിക? H പ്ലസ് HA റേസ് ടു 3/2. ഓക്കെ, ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച്. ദെൻ എമ്മിൽ ഉണ്ടാകുന്ന ചേഞ്ച് M ഈക്വൽ ടു 0.405 പ്ലസ് 0.003 ഡിവൈഡഡ് ബൈ H പ്ലസ് HA. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് അറിയാത്ത ടേം ഏതാണ്? HA എന്ന് പറഞ്ഞ വാല്യൂ കൂടി നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? നമുക്ക് HA കാൽക്കുലേറ്റ് ചെയ്യാം. HA കാൽക്കുലേറ്റ് ചെയ്യാൻ അഡീഷണൽ ഹെഡാണ് HA എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന അഡീഷണൽ ഹെഡാണ് HA ഈക്വൽ ടു VA²/2G. VAൻ്റെ വാല്യൂ 1.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 വിച്ച് ഈസ് ഈക്വൽ ടു 0.115 മീറ്റേഴ്സ്. അഡീഷണൽ ഹെഡ് അല്ലേ, മീറ്റേഴ്സ്. അപ്പോൾ HA ആയി. ദെൻ H പ്ലസ് HA ഈക്വൽ ടു എത്രയായിരുന്നു? 0.5 പ്ലസ് 0.115 വിച്ച് ഈസ് ഈക്വൽ ടു 0.615 മീറ്റേഴ്സ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? എമ്മിൻ്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. M ഈക്വൽ ടു 0.405 പ്ലസ് 0.003 ഡിവൈഡഡ് ബൈ H പ്ലസ് HA 0.615 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ വരുന്നത്? 0.410. ദെൻ എന്താ വേണ്ടത്? ഡിസ്ചാർജ് കാണണം. ഡിസ്ചാർജ് കാണാൻ ഞാൻ അതിൻ്റെ താഴെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. M ഇൻറ്റു L. M ഈക്വൽ ടു എത്രയാണ് വന്നത്? 0.410 ഇൻറ്റു L 9 തന്നെയാണ്, മാറ്റില്ല. √2G 2 ഇൻറ്റു 9.81 ഇൻറ്റു H പ്ലസ് HA റേസ് ടു 3/2. H പ്ലസ് HAൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. റേസ് ടു 3/2. H പ്ലസ് HA എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0.615 റേസ് ടു 3/2. അപ്പോൾ ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ കൊടുത്തിരിക്കുന്നതിൽ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു പേപ്പറിൽ എഴുതിയ സമയത്ത്. ചെയ്ത് നോക്കുക. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും m³/s നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗിവൺ ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനകത്ത് തന്നെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൂടി കൺസിഡർ ചെയ്യണം. അത്രയും ചെയ്യുന്നതിനാണ് എത്ര മാർക്ക്? 8 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ ഫോളോയിങ്. പെൻ സ്റ്റോക്ക്, ആങ്കർ ബ്ലോക്ക്, ടെയിൽ റൈസ്, ഇൻടേക്ക് വർക്ക്സ്. 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഉണ്ടല്ലോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഫിഗർ അത് പഠിക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസും പഠിക്കുക. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട. അത് ചോദിച്ചിരിക്കുന്നത് 7 മാർക്സിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular weir 36 meter long is divided into 12 equal bays by 600 meter wide vertical posts. Find the discharge over the weir when the head of water is 1.2 meter and the velocity of approach is 2 meter per second by Francis formula. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസിസ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു റെക്റ്റാങ്കുലർ വെയർ ഉണ്ട്. അത് എത്രയാണ് അതിൻ്റെ ലെങ്ത്ത്? 36 മീറ്റേഴ്സാണ് അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, 12 ഈക്വൽ ബേകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ബേകൾ എത്രയാണ്? 12 ആണ്. നമ്പർ ഓഫ് ബേ എന്ന് പറയുന്നത് 12 ആണ്. അതായത് ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. ദെൻ 600 മീറ്റർ വൈഡ് വേർട്ടിക്കൽ പോസ്റ്റ്. വിഡ്ത്ത് ഓഫ് വേർട്ടിക്കൽ പോസ്റ്റ്, വിഡ്ത്ത് ഓഫ് പോസ്റ്റ് 600 mm. കൺവേർട്ട് ചെയ്യാം 0.6 മീറ്റേഴ്സ്. ദെൻ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓവർ ദ വെയർ വെൻ ദ ഹെഡ് ഓഫ് ദ വാട്ടർ ഈസ് 1.2 മീറ്റേഴ്സ്. ഹെഡ് തന്നിട്ടുണ്ട് 1.2 മീറ്റേഴ്സ്. ആൻഡ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഫ്രാൻസിസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഗിവൺ ഡാറ്റാസ്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് പറയാം. ഒരു വെയറിൻ്റെ വെയറിൻ്റെ നീളം എന്ന് പറയുന്നത് 36 മീറ്റർ ലോങ് ആണ്. ഓക്കെ, 36 മീറ്റർ ലോങ് ആണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറേ ഈക്വൽ ബേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 36 എന്നുള്ളത് നമുക്ക് ഒരു 4-5 മീറ്റർ എന്ന് അസ്യൂം ചെയ്യാം. ഇതിനെ കുറേ നമ്പർ ഓഫ് ബേകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ ഇതാണ് വെയർ. ഇപ്പോൾ ഈ ഓക്കെ, വെയർ ഇങ്ങനെയാണ്. ഇപ്പോൾ വെയറിനകത്ത് ഇതിനകത്ത് എത്ര വേർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്? നമ്പർ ഓഫ് ബേ. ഈ പോർഷനെയാണ് നമ്മൾ ബേ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ബസ് ബേ എന്നൊക്കെ പറയില്ലേ, ബസ്സിന് പോകാൻ മാത്രമുള്ള സ്പേസ്, അതിനാണ് ബസ് ബേ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ബേ എന്ന് പറയുന്നത് വെള്ളം പാസ് ചെയ്യാൻ മാത്രം, ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് വെള്ളത്തിന് പാസ് ചെയ്യാനുള്ള സ്പേസ്, അതാണ് ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ബേസ് എത്രയാണ്? നമ്പർ ഓഫ് ബേ എന്ന് പറയുന്നത് 2 ആണ്. വേർട്ടിക്കൽ പോസ്റ്റിൻ്റെ എണ്ണോ? വെർട്ടിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോനെ തടസ്സിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കോൺക്രീറ്റ് കൊണ്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ വെർട്ടിക്കൽ പോസ്റ്റ് എത്രയാണ്? 2 - 1 = 1. ഇനിയിപ്പോൾ ഇത് 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. ബേകൾ 3 എണ്ണമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ബേകൾ 3 എണ്ണമാണ്. അപ്പോൾ നമ്പർ ഓഫ് ബേ എത്രയായി? 3 ആണല്ലേ. അപ്പോൾ പോസ്റ്റുകൾ എത്ര എണ്ണമായി? 1, 2. 3 - 1 = 2. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു കേസിലും നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് ബേ -1 = 11. ഓക്കെ, എത്ര വേർട്ടിക്കൽ പോസ്റ്റുകൾ ഉണ്ടാവും? 11 വേർട്ടിക്കൽ പോസ്റ്റുകളാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇത് ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് കാണുക എന്നുള്ളത്. എപ്പോഴും നമ്പർ ഓഫ് ബേ എന്ന് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വേർട്ടിക്കൽ പോസ്റ്റിൻ്റെ എണ്ണം കിട്ടും. ഫ്രാൻസിസ് ഫോർമുല എന്ന് പറയുന്നത് Q = 2/3 CD L - 0.NH √2G H⁻³ ഇതിനകത്ത് ബേസിൻസ് ഫോർമുല എന്ന് പറയുന്നത് ഈ 2/3 CD എന്ന് പറഞ്ഞ ടേമും അതുപോലെ തന്നെ √2G എന്ന് പറഞ്ഞ ടേമിനെയും കൂടി മാറ്റിക്കഴിഞ്ഞാൽ 1.84
L minus 0.nh h raised to 3/2. ഇതാണ് എന്ത് പറയുന്നത് ഫ്രാൻസിസ് ഫോർമുല Q. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ഫോർമുല. ഈ ഫ്രാൻസിസ് ഫോർമുലയ്ക്കകത്ത് നമുക്കിതിനകത്ത് സി ഡിൻ്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, ഫ്രാൻസിസ് ഫോർമുലയാണ്. ഇപ്പോൾ ഇത് ബൈ ഫ്രാൻസിസ് ഫോർമുല തന്നില്ലെങ്കിൽ കൂടി ഈ ഒരു ഫോർമുല മാത്രമേ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സി ഡിയുടെ വാല്യൂ ഒന്നും സ്പെസിഫൈഡ് ആയില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൂടി കൺസിഡർ ചെയ്യണം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൂടി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൂടി കൺസിഡർ ചെയ്യണം. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് ഇക്വേഷനകത്ത് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. Q ഈക്വൽ ടു 1.84 L അതുതന്നെയാണ് L മൈനസ് 0.n h. എച്ചിൻ്റെ സ്ഥാനത്ത് h പ്ലസ് h എന്നുള്ളതാവും. അഡീഷണൽ ഹെഡും കൂടി ആഡ് ചെയ്യുന്ന വാല്യൂ ഇപ്പുറത്ത് വരുമ്പോൾ h പ്ലസ് h റേസ് ടു 3/2 മൈനസ് h റേസ് ടു 3/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. എന്ത് Q കാണാനായിട്ടുള്ള ഇക്വേഷൻ. Q കാണാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ് വരുന്നത്. Q ഈക്വൽ ടു 1.84 L മൈനസ് 0.n h പ്ലസ് h നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. h1 ഇൻറ്റു h1 റേസ് ടു 3/2 മൈനസ് h റേസ് ടു 3/2. ഓക്കെ, ഇനി ആ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്പർ ഓഫ് പോസ്റ്റുകൾ നമുക്ക് കിട്ടി 11 ആണെന്നുള്ളത്. അതായത് ഇഫക്റ്റീവ് ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 36 മീറ്റർ എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്തിൽ മുഴുവൻ വെള്ളം പോകുന്നില്ല, ഇല്ലേ? വെള്ളം പോകുന്നുണ്ടോ? ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് ഇഫക്റ്റീവ് ലെങ്ത്ത് കാണണം. ഇഫക്റ്റീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇഫക്റ്റീവ് ലെങ്ത്ത് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത്ത് L മൈനസ് 11 ഇൻറ്റു 0.6 അല്ലേ. അത് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പോസ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്താണ് 0.6 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെയും വിഡ്ത്താണ് 0.6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമുക്കറിയാം L അല്ലേ. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതാ ഈ മാർക്ക് ചെയ്യുന്ന പോർഷൻസ് ഉണ്ടല്ലോ. ഇഫക്റ്റീവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആഡ് ചെയ്യുന്നതാണ്. ഇത്രയും പോർഷനിൽ മാത്രമല്ലേ വെള്ളം പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്താൽ മതി? ഇത്രയും ഭാഗങ്ങൾ അവോയ്ഡ് ചെയ്താൽ മതി. ഇങ്ങനത്തെ എത്ര എണ്ണങ്ങളുണ്ട്? അതായത് ടോട്ടൽ ലെങ്ത്ത് നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ടോട്ടൽ ലെങ്ത്ത് നിന്ന് മൈനസ് ചെയ്യുക. ആരെയും മൈനസ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഓരോന്നെണ്ണത്തിനെയും. എത്ര എണ്ണം ഉണ്ടോ? അപ്പോൾ നമ്പർ ഓഫ് പോസ്റ്റ് ഇൻറ്റു ഈ സാധനം വിഡ്ത്ത് ഓഫ് വെർട്ടിക്കൽ പോസ്റ്റ്. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. എന്ത് കിട്ടാനായിട്ട്? ഇഫക്റ്റീവ് ലെങ്ത്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെയും ഇപ്പുറത്തും ചെയ്തിരിക്കുന്നത്. ഇഫക്റ്റീവ് ലെങ്ത്ത് ഈക്വൽ ടു 36 മൈനസ് 11 ഇൻറ്റു 0.6 വിച്ച് ഈസ് ഈക്വൽ ടു 29.4 മീറ്റേഴ്സ്. ഇത്രയാണ് ഇവിടുത്തെ ഇഫക്റ്റീവ് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്താ കാണാനുള്ളത്? അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത്ത് ആണ് ഇവിടുത്തെ എല്ലിൻ്റെ വാല്യൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ വേണം അല്ലേ. എൻ വേണം. നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻസ് എങ്ങനെയാണ് കാണുക? നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ അതാണ് എന്തെന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനൊരു കാര്യമാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെർട്ടിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരെണ്ണാണുള്ളത്. ഇവിടെ ഒരു എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട് അല്ലേ. അതായത് 1 2 3 4 4 എന്താ ഉള്ളത്?
എൻഡ് കോൺട്രാക്ഷൻസ് ആണുള്ളത്. അത് ഓരോ ബേക്കും ഓരോ ഫ്ലോയ്ക്കും രണ്ടെണ്ണം ഉണ്ടാവും. ഇപ്പുറത്തും ഒന്നുണ്ടാവും, ഇപ്പുറത്തും ഒരെണ്ണുണ്ടാവും. അതേപോലെ ഈ ബേക്കും ഇവിടെയും ഓരോന്നുണ്ടാവും. അതായത് എൻഡ് കോൺട്രാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ബേസ് ഇൻറ്റു 2 ചെയ്താൽ മതി. നമ്പർ ഓഫ് ബേ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് നമ്പർ ഓഫ് ബേസ് വന്നേക്കുന്നത്? 12 ആണ്. അപ്പോൾ നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ എത്രയാണ് വരിക? 12 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 24. ഓക്കെ, നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻസ്. ക്ലിയർ? ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റായിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു ടേമും കൂടി നമുക്ക് കണ്ടുപിടിക്കണ്ടേ? H1 ഈക്വൽ ടു HA കാണണം അല്ലേ? HA കാണണം. HA ഈക്വൽ ടു എന്താണ്? VA²/2G. VA എത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്? VA 2² × 9.81 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് H ഈക്വൽ ടു 0.2038 മീറ്റേഴ്സ്. ഓക്കെ, അത്രയാണ് HA എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ഈക്വൽ ടു 1.84 ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? ഇഫക്റ്റീവ് ലെങ്ത് ആണ് 29.4 മൈനസ് നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻസ് എത്രയാണ്? 0.1 NH ആണ് അല്ലേ? അല്ലെങ്കിൽ 0.1 NH ആണ്. അപ്പോൾ 0.1 ഇൻറ്റു N എത്രയാണ്? 24 ഇൻറ്റു H1. H1 ഇപ്പോഴും കണ്ടില്ല. H1 എങ്ങനെ കാണാം? H1 ഈക്വൽ ടു H പ്ലസ് HA ആണ്. H എത്രയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? 1.2 പ്ലസ് 0.2038 1.4038 മീറ്റേഴ്സ്. അതാണ് എന്ത് പറയുന്നത്? H പ്ലസ് HA H1. അപ്പോൾ ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടി വരിക, 1.4038. ഓക്കെ, അപ്പോൾ അത്രയും ടേം ഓക്കെ ആയി. ഇത്രയും ടേം ഇൻറ്റു H1⁻³ H1 എന്ന് പറയുന്നത് 1.4038 ⁻³ മൈനസ് HA⁻³H 0.2038 ⁻². അപ്പോൾ ഈ വാല്യൂസ് കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 75.246 m³/s. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാനുണ്ടാവുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നവംബർ 2020 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടോബർ 2019 ആണ്. ഓക്കെ, ഒക്ടോബർ 2019 ആയിരുന്നു മൊഡ്യൂൾ 2-ൽ ചോദിച്ചിട്ടുള്ള മൊഡ്യൂൾ 3-ൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡിഫൈൻ വിയേഴ്സ്. വിയർ എന്താണെന്നുള്ളത്, നോച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ അല്ല ഇതിന് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടായിരുന്നു? നോച്ച് എന്താണെന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണുള്ളത്? വിയർ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. വിയർ എന്താണ്? ഒരു മാസണറി സ്ട്രക്ചറാണ് അല്ലേ? റിവറിനൊക്കെ അക്രോസ് ആയിട്ട് അപ്സ്ട്രീം സൈഡിൽ വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് എന്ത് പറയുന്നത്? വിയർ എന്ന് പറയുന്നത്. മാസണറി സ്ട്രക്ചറാണ് അക്രോസ് ദ വിയർ. അത്ര മാത്രമേ ഉള്ളൂ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ആൻഡ് ബ്രോഡ് ക്രസ്റ്റഡ് വിയർ. എന്താണ് ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ, ബ്രോഡ് ക്രസ്റ്റഡ് വിയർ? അതിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട്. ഷാർപ്പ് ക്രസ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ക്രസ്റ്റ് എങ്ങനെയായിരിക്കും? ഷാർപ്പായിരിക്കും. ബ്രോഡ് ക്രസ്റ്റഡ് ആണെങ്കിൽ എന്താണ്? അത് ബ്രോഡായിരിക്കും. പിന്നെ എന്താണുള്ളത്? ഷാർപ്പ് ക്രസ്റ്റഡ് വിയറിൻ്റെ കണ്ടീഷൻ എന്താണ്? ഷാർപ്പാണെന്നുണ്ടെങ്കിൽ 2b ലെസ് എന്താണ്? H ആയിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് 2b മോർ ദാൻ H ആണെന്നുണ്ടെങ്കിൽ അത് ബ്രോഡ് ക്രസ്റ്റഡ് വിയറുമാണ്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക, രണ്ടിൻ്റെയും ഇക്വേഷൻസ് എഴുതി വയ്ക്കുക. ഓക്കെ, അത്രയാണ് 6 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടിനെയും കമ്പയർ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് വാട്ടർ ഹാമർ. വാട്ടർ ഹാമറിൻ്റെ എഫക്റ്റ് എന്താണ്? ഈ വാട്ടർ ഹാമർ എന്ന് പറയുന്നത്, ഈ വലിയ വലിയ പൈപ്പിൽ, പെൻ സ്റ്റോക്ക് പോലുള്ള വലിയ വലിയ പൈപ്പിലൊക്കെ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ വാൽവ് സഡനായിട്ട് ഒരു വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ പ്രഷർ കാരണം ആ വാൽവിനകത്ത്
ഡാമേജസ് വാൽവിനകത്തും അതുപോലെ ആ പൈപ്പിനകത്തൊക്കെ ഡാമേജ് ഉണ്ടാകും. ഒരു ഹൈ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യും, അത് കാരണം ഡാമേജ് ഉണ്ടാക്കും. പിന്നെ ഒരു സൗണ്ട് ഉണ്ടാവും, ആ സൗണ്ടിനെ പറയുന്ന പേരാണ് നോക്കിംഗ് സൗണ്ട് എന്ന് പറയാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് എഴുതേണ്ടത്. വാട്ടർ ഹാമർ എഫക്റ്റ് എന്താണ് എന്നുള്ളത്, അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതും കൂടി നോക്കി വെക്കുക കേട്ടോ. അത്രയാണ് 6 മാർക്കിന്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് വാട്ടർ ഹാമർ. എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് വാട്ടർ ഹാമർ. വാട്ടർ ഹാമർ എന്താണെന്ന് എഴുതുക, അതിന് കാരണം എന്താണ് പ്രോബ്ലംസ് ഉണ്ടാവണമെന്നും കൂടി എഴുതുക. നോക്കിംഗ് സൗണ്ട് എഴുതുക, വാൽവും പൈപ്പൊക്കെ ഡാമേജ് ആവുന്നു എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇത്രയാണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി പാർട്ട് സിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് ട്രയാങ്കുലാർ നോച്ച് ഓവർ റെക്റ്റാങ്കുലാർ നോച്ച്. റെക്റ്റാങ്കുലാർ നോച്ചിനെ കമ്പയർ ചെയ്യുമ്പം ട്രയാങ്കുലാർ നോച്ചിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആക്യുറസി കൂടുതലാണ്. രണ്ടാമത്തത് അതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. എച്ച് എന്ന് പറഞ്ഞ ഒരു ടേം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ സിമ്പിളാണ്. ഇത്രയൊക്കെ തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ 6 പോയിൻറ്റ്സ് കിട്ടുന്ന രീതിയിൽ എഴുതാം. നെക്സ്റ്റ്, ഡിറൈവ് ദ ഫോർമുല ഫോർ ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലാർ നോച്ച്. റെക്റ്റാങ്കുലാർ നോച്ചിൻ്റെ ഡിസ്ചാർജ് കാണുന്നതിനുള്ള ഡെറിവേഷനാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. Q = 2/3 CD L × √2G H⁻3/2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് സർജ് ടാങ്ക്, പെൻ സ്റ്റോക്ക്, ആങ്കർ ബ്ലോക്ക്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് സർജ് ടാങ്ക്, അതുപോലെ പെൻ സ്റ്റോക്ക്, ആങ്കർ ബ്ലോക്ക്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വൃത്തിക്ക് പഠിച്ചിരിക്കുക, തിയറി പാർട്ട്, അതിൻ്റെ ഫിഗർ അടക്കം. നെക്സ്റ്റ്, ഡിറൈവ് ദ ഫോർമുല ഫോർ ദ ഡിസ്ചാർജ് ഓവർ ദ ബ്രോഡ് ക്രസ്റ്റഡ് വെയർ. ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Q = 1.705 CD L × H⁻3/2. ഓക്കെ, ഇതാണ് ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൻ്റെ ഇക്വേഷൻ, ഡിസ്ചാർജ് കാണുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നോക്കി വയ്ക്കുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇതിൻ്റെ മാർക്ക് പറഞ്ഞില്ലല്ലോ. അഡ്വാൻറ്റേജസ് ഓഫ് ട്രയാങ്കുലാർ നോച്ചിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6 മാർക്സ്, ഡെറിവേഷന് 9 മാർക്ക്, പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റിലേറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റിന് 7 മാർക്ക്, പിന്നെ ബ്രോഡ് ക്രസ്റ്റഡ് വെയറിൻ്റെ ഡെറിവേഷൻ ചോദിച്ചതിന് 8 മാർക്ക്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊഡ്യൂൾ 3 ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഏപ്രിൽ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ എൻഡ് കോൺട്രാക്ഷൻ. എന്താണ് എൻഡ് കോൺട്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ എൻഡ് കോൺട്രാക്ഷൻ എന്താണെന്നുള്ളത് എഴുതുക. ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ മാത്രം മതി, എൻഡ് കോൺട്രാക്ഷൻ എന്താണെന്നുള്ളത്. ദെൻ ലിസ്റ്റ് ദ മെയിൻ കമ്പോണൻറ്റ്സ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു 4 കമ്പോണൻറ്റ്സ് എഴുതിയാൽ മതിയാവും. ഓക്കെ, അത്രയാണ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പം ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്രയാങ്കുലാർ നോച്ച് ഓവർ ദി റെക്റ്റാങ്കുലാർ നോച്ച്. നമ്മളിപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിന് 6 മാർക്ക്. എക്സ്പ്ലെയിൻ ദ ടേം എൻഡ് കോൺട്രാക്ഷൻ, ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് ഇറ്റ് ഓവർ ഡിസ്ചാർജ്. അപ്പോൾ എന്താണ് എൻഡ് കോൺട്രാക്ഷൻ എന്ന് എഴുതുക, എങ്ങനെയാണ് അത് ഡിസ്ചാർജിനെ എഫക്റ്റ് ചെയ്യണേന്ന് ഉള്ളത് നോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. .NH ടൈംസ് എത്ര എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടോ അത്രയും .1NH എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അത്രയും എൻഡ് കോൺട്രാക്ഷൻ എന്ത് ചെയ്യുന്നു, എത്ര എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടോ അത്രയും .1H. ഓരോ എൻഡ് കോൺട്രാക്ഷനും ലെങ്ത്ത് എന്ത് ചെയ്യുന്നുണ്ട്, .1H വീതം റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതേണ്ടത്. പിന്നെ എക്സ്പ്ലെയിൻ അബൌട്ട് വാട്ടർ ഹാമർ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ ഹാമർ എന്താണ്, അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അതും 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി പാർട്ട് സിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഹൈഡ്രോ ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ ലേഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ.
ഹൈഡ്രോ ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ കുറിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ആ ഫിഗർ വരയ്ക്കുക. ഫിഗറിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും വർക്കിംഗ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A trapezoidal notch 120 cm wide at the top and 45 cm at the bottom is 30 cm high. Find the discharge through the notch. If the head of water is 22.5 cm, take coefficient of discharge as 0.6. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഫിഗറും ഇതും വരച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 7 മാർക്കിനാണ്. ഈ ക്വസ്റ്റ്യൻ 8 മാർക്കിനാണ്. ഒരു ട്രെപ്പിസോയിഡൽ നോച്ചാണ്. അപ്പോൾ ട്രെപ്പിസോയിഡൽ നോച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ ഇതാ ഇതുപോലെയാണ് വരുന്നത്. ട്രെപ്പിസോയിഡൽ നോച്ച്, അതിൻ്റെ മുകൾ വശം 120 സെൻറ്റിമീറ്റർ വൈഡാണ് ടോപ്പിലുണ്ടാവുന്നത്, 45 സെൻറ്റിമീറ്റർ അറ്റ് ബോട്ടം ആൻഡ് 30 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ ദ നോച്ച്. ഈ ഇതിലൂടെയുള്ള ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. ഇഫ് ദ ഹെഡ് ഓഫ് ദ വാട്ടർ, ഇതിനകത്തുണ്ടാവുന്ന വാട്ടറിൻ്റെ ഹൈറ്റ് എത്രയാണ്? 22.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് CD ഈക്വൽ ടു 0.6. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്ത് എഴുതാം. 120 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1.2 മീറ്റേഴ്സായി. അതുപോലെ തന്നെ 45 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 0.45 മീറ്റേഴ്സായി. 30 സെൻറ്റിമീറ്റർ 0.3 മീറ്റേഴ്സായി. അതുപോലെ ഇവിടെ 22.5 എന്ന് പറയുമ്പം 0.225 മീറ്റേഴ്സായി. ഓക്കെ, ഇത്രയാണ് ഗിവൺ ഡാറ്റാസ് ഉള്ളത്. ഇനി ഇതിന് എന്താ കാണേണ്ടത്? ഡിസ്ചാർജ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്ചാർജ് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ട്രെപ്പിസോയിഡൽ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത്, ഇതിനെ നമുക്ക് രണ്ട് നോച്ചുകളാക്കി ഡിവൈഡ് ചെയ്യാം. ഒരു കംപ്ലീറ്റ് റെക്റ്റാങ്കുലാർ നോച്ചും അതുപോലെ ഒരു ഹാഫ് ട്രയാങ്കിൾ ഇവിടെയും ഒരു ഹാഫ് ട്രയാങ്കിൾ, ഇങ്ങനെ ഫുൾ ട്രയാങ്കിൾ. അതായത് ട്രയാങ്കുലാർ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് പ്ലസ് റെക്റ്റാങ്കുലാർ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജിനോട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എഴുതാം. Q ഈക്വൽ ടു റെക്റ്റാങ്കുലർ പോർഷൻ ഉള്ളതാണ് ആദ്യം എഴുതുന്നത്. 2/3 CD L എന്നുള്ളതിന് L ഇൻറ്റു √2G H റേസ് ടു 3/2. ഇതെന്താണ്? റെക്റ്റാങ്കുലാർ പോർഷൻ്റെയാണ് ഇപ്പം ഞാൻ എഴുതിയേക്കുന്നത്. പ്ലസ് ട്രയാങ്കുലാർ പോർഷനിലൂടെ ഉള്ളത് 8/15 CD √2G tan θ/2 H റേസ് ടു 5/2. ഓക്കെ, അതായത് ഒരു ട്രെപ്പിസോയിഡൽ നോച്ചിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ത്രൂ ദി ട്രയാങ്കുലാർ നോച്ച് പ്ലസ് ഡിസ്ചാർജ് ത്രൂ ദി റെക്റ്റാങ്കുലാർ നോച്ചാണ്. അതാണ് ഇപ്പം നമ്മൾ എഴുതിയേക്കുന്നത്. ഇത് റെക്റ്റാങ്കുലറിൻ്റെ ഇക്വേഷൻ, ഇത് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് അറിയാത്ത ടേംസ് എല്ലാം കൂടെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഏതൊക്കെ ടേംസ് അറിയാത്ത? 2/3 ഓക്കെ, CD ഗിവൺ ആണ്. L എന്ന് പറയുന്നത് ഏത് വാല്യൂ കൊടുക്കുക? L B. ഓക്കെ, എല്ലിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ B എന്നാക്കാം. ഓക്കെ, B ഉണ്ട് താഴത്തെ പോർഷൻ. ഓക്കെ, B ഉണ്ട്. √2G അതൊക്കെ. H അറിയാം. അപ്പോൾ ഈ സൈഡ് ഓക്കെയാണ്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പം 8/15 ഇൻറ്റു CD ഇൻറ്റു √2G ഇൻറ്റു tan θ/2. tan θ/2 എന്ന് പറഞ്ഞ ടേം മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ ട്രയാങ്കിളാക്കി നോക്കാം. ഓക്കെ, ആ ട്രയാങ്കിൾ ഞാനിവിടെ റീഡ്രോ ചെയ്യാണ്. ഈ ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.3 മീറ്റേഴ്സ് വേണ്ട, 30 സെൻറ്റിമീറ്റർ തന്നെ ഇരിക്കട്ടെ. ഇതാണ് തീറ്റ അല്ലേ? തീറ്റ എന്ന് പറയുന്നത്. ഇനി ഈ ഹൈറ്റ്, ഈ ഒരു ഇത് എത്രയാണെന്നുള്ളത് അറിയണം. ഇതാ ഇത്രയും പോർഷൻ. ഞാൻ ആ ഫിഗർ ഒന്ന് വലുതാക്കി ഇവിടെ വരയ്ക്കുന്നുണ്ട്.
ഇത് 120, ഇത് 45. ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ 120 എന്ന് പറയുന്നത് എന്താണ്? 45 പ്ലസ് എക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് വേണ്ടത്. അതായത് നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് ഈക്വൽ ടു 120 മൈനസ് 45/2 അല്ലേ. 120 മൈനസ് 45/2 ആണ് എന്ത് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 1. ഓക്കെ 37.5 എന്ന് കിട്ടും. 37.5 എന്ന് കിട്ടും. ഐ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലെ അപ്പാടെ കാൽക്കുലേറ്ററിൽ ചെയ്യാണ്ട് ഈ വാല്യൂസ് അതുപോലെ കോപ്പി ചെയ്യരുത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇതന്നെ അല്ലേ എന്നുള്ളത്. ദെൻ ഈ സൈഡ് 37.5 ആണ്, അതുപോലെ ഇവിടെയും 37.5 ആണ്. ദെൻ നമുക്ക് എന്താ വേണ്ടത്? tan θ/2. അപ്പോൾ tan θ/2 കാണാൻ tan θ/2 ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡ് അല്ലേ. അപ്പോൾ ആ സൈഡ് 37.5 എന്ന് പറയുമ്പം 37.5 സെൻറ്റിമീറ്ററിലല്ലേ ഈ വാല്യൂ, സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇവിടെ 30 സെൻറ്റിമീറ്റേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1.25 സെൻറ്റിമീറ്റേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 0.0125 മീറ്റേഴ്സ്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ഈക്വൽ ടു 2/3, സി ഡി എന്ന് പറയുന്നത് 0.6 ഇൻറ്റു ബി എന്ന് പറയുമ്പം 0.45 ഇൻറ്റു √2g 2 ഇൻറ്റു 9.81 ഇൻറ്റു h⁻3/2. അപ്പോൾ h എത്രയായിരുന്നു? 22.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. കൺവേർട്ട് ചെയ്യുമ്പം 0.225 പ്ലസ് 8/15 സി ഡി ഇൻറ്റു √2g tan θ/2. tan θ/2 നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടിയത്? 0.0125 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 0.225 ഇത്രയും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം മാത്രം ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 0.2666 പ്ലസ് 1.33 ഇൻറ്റു 10⁻³ എന്ന് കിട്ടുന്നുണ്ടാവും ഈ സൈഡിൽ, വിച്ച് ഇസ് ഈക്വൽ ടു 0.267 m³/s. ഇത്രയാണ് ആൻസർ വരുന്നത്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു കൺവേർഷൻ കൂടി പറയാം. ഈ m³/s എങ്ങനെ ലിറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 1000. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു 267 ലിറ്റർ/സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിറ്റ് 3 ഉണ്ടായിരുന്ന ഒരു 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോച്ച് ആൻഡ് വിയർ. നോച്ചും വിയറും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. 8 മാർക്കിനാണ്. അപ്പോൾ 4 പോയിൻറ്റ്സ് എങ്കിലും എഴുതുക. ഓരോ പോയിൻറ്റ്സിനും 2 മാർക്സിന്. നോച്ച് എന്ന് പറയുന്നത് എന്താണ്? ലബോറട്ടറി സെറ്റപ്പാണ്, അത് കുഞ്ഞതാണ്. വിയർ എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ കൺസെപ്റ്റാണ്, അത് റിവറിലും സ്ട്രീമിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് എഴുതേണ്ടത്. നോച്ച് വിയർ തമ്മിലുള്ള കമ്പാരിസൺ, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 24 meter long weir is divided into 8 equal bays by vertical post, each 0.2 meter wide. If the head over the weir is 900 mm and the velocity of approach is 2.2 meter per second, determine the discharge over the weir using Francis formula. Second one using Bason's formula. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഗിവൺ ഡാറ്റാസ് ഒക്കെ എടുത്ത് എഴുതാം. ലെങ്ത് ഓഫ് ദ വിയർ തന്നിട്ടുണ്ട് അല്ലേ.
equal to 24 meters തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബേസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബേസ് എത്രയാണ് തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് ബേസ് ഈക്വൽ ടു 8. ദെൻ വിഡ്ത്ത് ഓഫ് പോസ്റ്റ് തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് പോസ്റ്റ് ഈക്വൽ ടു 0.2 meters തന്നിട്ടുണ്ട്. ദെൻ വെലോസിറ്റി ഓഫ് അപ്രോച്ച് VA ഈക്വൽ ടു 2.2 meter per second. പിന്നെ തന്നിട്ടുള്ളത് H തന്നിട്ടുണ്ട് 900 mm which is equal to mm ആണ് 0.9 meters. ഓക്കെ, ഇത്രയല്ലേ ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് പോസ്റ്റുകൾ കാണാം അല്ലേ? നമ്പർ ഓഫ് പോസ്റ്റ് ഇത്രയാണ് ഗിവൺ ഡാറ്റാസ്. അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്പർ ഓഫ് പോസ്റ്റ് കാണാം. നമ്പർ ഓഫ് പോസ്റ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ബേ -1 8 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 7. ഇനി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇഫക്റ്റീവ് ലെങ്ത്ത് കാണാൻ പറ്റും. ഇഫക്റ്റീവ് ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് എത്രയായിരുന്നു? 24 മൈനസ് എത്ര പോസ്റ്റ് ഉണ്ടോ അത്രയും പോസ്റ്റ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദ പോസ്റ്റ് 0.2 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 22.6 meters. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ കാണാനുള്ളത്? നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ കാണാം. നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ കാണാം? നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻ എത്രയാണ് വരുന്നത്? 2 ഇൻറ്റു നമ്പർ ഓഫ് ബേസ് 2 ഇൻറ്റു 8 വിച്ച് ഇസ് ഈക്വൽ ടു 16. അപ്പോൾ നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻസും കിട്ടിക്കഴിഞ്ഞു. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഉണ്ട്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് കാരണം ക്രിയേറ്റ് ആവുന്ന അഡീഷണൽ ഹെഡ് HA എത്രയാണ്? അഡീഷണൽ ഹെഡ് VA²/2G വിച്ച് ഇസ് ഈക്വൽ ടു 2.2 square by 2 into 9.81 which is equal to V²/2G എന്ന് പറയുമ്പം 0.24669 അത്രയും മീറ്റേഴ്സ്. ഓക്കെ, അഡീഷണൽ ഹെഡായിട്ട് ഫോം ചെയ്യുന്നത്. ദെൻ ടോട്ടൽ ഹൈറ്റ് H1 H plus HA ടോട്ടൽ ഹൈറ്റ് H1 H plus HA H എന്ന് പറയുന്നത് 0.9 ആണ്. 0.9 plus 0.2469 which is equal to 1.14669 അല്ലേ? 669 ആ വാല്യൂ അതുപോലെ തന്നെ എഴുതി. അത്രയും മീറ്റേഴ്സാണ് H1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ്ലി ഫ്രാൻസിസ് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫ്രാൻസിസ് ഫോർമുല എന്തായിരുന്നു? ഇത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫ്രാൻസിസ് ഫോർമുല അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ബേസിൻസ് ഫോർമുലയും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വാല്യൂസ് എല്ലാം എറേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോട്ട് ചെയ്യാം അല്ലേ? HA ഈക്വൽ ടു 0.24669 meters. H1 ഈക്വൽ ടു 1.14669 meters. ഫ്രാൻസിസ് ഫോർമുല എന്താണ്? ഫ്രാൻസിസ് ഫോർമുല Q ഈക്വൽ ടു 1.84 L minus 0.1 NH. പിന്നെ എന്താ ഉള്ളത്? H1 raised to 3/2 minus HA raised to 3/2. ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ഫോർമുല. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.84 ഇൻറ്റു L ഇഫക്റ്റീവ് ലെങ്ത് ആണ്. ഇഫക്റ്റീവ് ലെങ്ത് ഈക്വൽ ടു 22.6 മൈനസ് 0.1 ഇൻറ്റു N എത്രയായിരുന്നു? നമ്പർ ഓഫ് എൻഡ് കോൺട്രാക്ഷൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു H. ഇറ്റ് ഈസ് H1 അല്ലേ? H1 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ H1 ഈക്വൽ ടു 1.14699 സംതിങ് വാല്യൂ. H1 1.146 raised to 3/2 മൈനസ് HA raised to 3/2. HA എന്ന് പറയുന്നത് 0.246 സംതിങ് അത്രയും raised to 3/2. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 42.23495 m³/s. ഇത്രയും ഡിജിറ്റ്സ് ഒന്നും എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബേസിൻസ് ഫോർമുലയാണ്. ബേസിൻസ് ഫോർമുല
ബേസിൻസ് ഫോർമുല. എന്താണ് ബേസിൻസ് ഫോർമുല? Q = M ml × √2g h⁻³ h1⁻³ അല്ലേ? ഇതിനകത്ത് എൻഡ് കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്യാത്ത ഇക്വേഷനാണ് എഴുതിയേക്കുന്നത്. കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യേകം എഴുതണം. M = എത്രയാണ്? 0.405 + 0.003 / h1. അപ്പോൾ ഇതിനകത്ത് ഈ വാല്യൂ കൊടുക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 0.407 സംതിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. M ദെൻ Q കിട്ടുന്നത് വാല്യൂസ് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 50.102 m³/s. ഇതിനകത്ത് ഞാൻ എൻഡ് കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. എൻഡ് കോൺട്രാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ L എന്താണോ ആ L വാല്യൂ ഇവിടെയും കൊടുക്കേണ്ടി വരും. ഓക്കെ, എൻഡ് കോൺട്രാക്ഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത് മൊഡ്യൂൾ 3യിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നിന്ന് മൊഡ്യൂൾ 3ൻ്റെ ബേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ കൂടി തരാം. അതായത് മൊഡ്യൂൾ 3നെ ബേസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ, എവിടെയൊക്കെയാണ് നമ്മുടെ സിലബസ് ഔട്ട്ലൈൻ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി ജസ്റ്റ് പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് പോർഷൻസ് മൊഡ്യൂൾ 3ൻ്റെ ബേസിലാണ് പറയുന്നത് കേട്ടോ. മൊഡ്യൂൾ 3 നോച്ച് വിയർ. ഇതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക. എന്താണ് നോച്ച്, എന്താണ് വിയർ എന്നുള്ള ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടൈപ്സ് പഠിക്കുക. പിന്നെന്താ പറഞ്ഞത്, ഇവർ തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കുക. ഇതൊക്കെ നമുക്ക് 2 തവണ ചോദിച്ചില്ലേ. കമ്പാരിസൺ പഠിക്കുക. പിന്നെന്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലംസ് നോട്ട് ചെയ്യുക. പിന്നെ എന്തായിരുന്നു, ഡെറിവേഷനും കൂടി. ഡെറിവേഷൻ ചെയ്യുമ്പം റെക്റ്റാങ്കുലറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എൻഡ് കോൺട്രാക്ഷൻ എന്താണെന്നുള്ളത് നോക്കുക. എൻഡ് കോൺട്രാക്ഷൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞ് വെക്കുക. എൻഡ് കോൺട്രാക്ഷൻ എങ്ങനെയാണ് ഡിസ്ചാർജിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇതിനകത്ത് നിന്ന് എന്തായിരുന്നു, ഫ്രാൻസിസ് ഫോർമുലയും ബേസിൻസ് ഫോർമുലയാണ് ഇമ്പോർട്ടൻറ്റ്. ഫ്രാൻസിസും അതുപോലെ തന്നെ ബേസിൻസ് ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പിന്നെ എന്താ ചോദിച്ചത്, നാരോ ക്രസ്റ്റഡ് വിയറും ബ്രോഡ് ക്രസ്റ്റഡ് വിയറും. നാരോ ക്രസ്റ്റഡ് വിയർ അതുപോലെ തന്നെ ബ്രോഡ് ക്രസ്റ്റഡ് വിയറും ഇവരിൻ്റെ കമ്പാരിസൺ ചോദിച്ചു, പ്രോബ്ലം ചോദിച്ചു, ഡെറിവേഷനും ചോദിച്ചു. ഓക്കെ, പിന്നെ ഉണ്ടാവുന്നത് 6th one അല്ലെങ്കിൽ 6th പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിലും കാണാറുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ വാട്ടർ ഹാമർ എഫക്റ്റ്. പിന്നെ ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത് സിപ്പോളിറ്റി വിയർ ഒക്കെയാണ്. സിപ്പോളിറ്റി വിയറിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണാറില്ല. പിന്നെ സബ്മേർജ്ഡ് വിയറും അതുപോലെ ഡ്രോൺഡ് വിയറൊക്കെ അല്ലെങ്കിൽ സബ്മേർജ്ഡ് ഡ്രോൺഡ് വിയറിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് മൊഡ്യൂൾ 3-നകത്ത് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇത്രയും പോർഷൻസ് പഠിക്കുക. തിയറി ആയിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഫിഗർ പഠിക്കുക, വാട്ടർ ഹാമറിൻ്റെ എഫക്റ്റുകൾ പഠിക്കുക, കമ്പാരിസൺസ് പഠിക്കുക, നാരോ ക്രസ്റ്റഡും ബ്രോഡ് ക്രസ്റ്റഡിനും ഒക്കെ കമ്പാരിസൺസ് പഠിക്കുക. Okay.